വലുതായിട്ട് തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ ജീവിതം അങ്ങനെ പോകുമ്പോൾ ഇന്ന് നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചില്ല കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്ന കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ. നമ്മൾ ചക്ക പറിക്കാൻ വന്നു. അതിന് മേലെ ഒക്കെ ഒരു അലാക്കിൻ്റെ ചക്ക, അലാക്കിൻ്റെ അവിലിങ്ങഞ്ഞായ ഒരു ചക്ക ഉണ്ട് അവിടെ. പൈക്കോ മൂത്താവോ? ചക്ക വീണു ഗായ്സ്, ചക്ക കണക്ക് ചക്ക വീണു ഗായ്സ്. എന്താണ് നമുക്ക് ചക്ക കൂട്ടാനും കഞ്ഞി ആണ് ഗായ്സ്. കഴിത്തോ അമ്മായി ഇപ്പം നേരെ ഇട്ടുകൊണ്ട് പോയി. ചോളൊക്കെ അതാ പുറത്ത് നിൽക്കണം. ആരോ ഓപ്പറേഷൻ ചെയ്ത് പോയി. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇതാ ചക്ക കൂട്ടാനും കഞ്ഞിയായിട്ടില്ല. ആ ഒരു പ്ലാൻ റെഡി ആക്കിയിട്ടുണ്ട്. രാവിലത്തെ കുറച്ച് പരിപാടികളൊന്നും ഞാൻ എടുത്തിട്ടില്ല. സ്വാഭാവികം നമ്മൾ രാവിലെ മുതലാണ് എടുത്ത് തുടങ്ങല്. ഇന്നിപ്പോൾ രാവിലെ മുതലല്ല കേട്ടോ, കുറച്ചും കൂടി നേരം വൈകിയാണ്ട് ഒരു 10-10:30 ആയപ്പോഴാണ് ഞാൻ അടുക്കളയ്ക്ക് വരണല്ലോ എന്ന് വരെ ചിന്തിച്ച് വന്നത്. അപ്പോൾ എങ്ങനെ പണികൾ കുറക്കാമെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ഈ കഞ്ഞിയും അതേപോലെ തന്നെ നമ്മൾ കൊലയുമേൽ ഇരുന്നാൽ അപ്പുറത്തെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ. ആ പ്ലാവ് നമുക്ക് നോക്കിയാൽ കാണാം അവിടെ ചക്ക ഉണ്ടോ ഇല്ലേന്നുള്ളത്. അപ്പോൾ രണ്ടേ ചക്കയാണ്. അപ്പോൾ അയിമുണ്ട് ഒന്നാണെങ്കിൽ അങ്ങ് ദുനിയാവിലാണ്, അത് കിട്ടൂല കേട്ടോ. അത് കിളിയാക്കിൽ ഒരിയച്ച് ഭാഗം കൊടുത്തതാണ്. അപ്പോൾ അത് കിട്ടൂല. അപ്പോൾ അടിയിലൊന്നുണ്ടേന്ന് കേട്ടോ, അത് ഞങ്ങൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ 3-4 ചക്ക ഉണ്ടേന്ന് കേട്ടോ, അതൊക്കെ ആരൊക്കെയോ ഇട്ട് കൊണ്ടുപോയി. അപ്പം ചക്കൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മളെ മമ്മാക്ക് കൊടുത്തിട്ടോ, അവിടെ അപ്പുറത്തെ വരയത്ത് മമ്മാക്ക് കൊടുത്തു. നമ്മൾ ഇതാക്കുന്ന കുറച്ച് തോനല്ല ഭാഗ്യം നമ്മൾ കൊടുത്തു. ഒരു ഉരുളൻ ചക്കയെന്ന്. ഏത് ചക്കയാണെങ്കിലും ഈ ഒരു ചക്കക്കൂട്ടാൻ വെക്കണമെങ്കിൽ ആകുമ്പോൾ പണിയെടുക്കൽ കുറച്ച് നയിപ്പാണ് കേട്ടോ. കുറച്ച് നയിപ്പ് നല്ലൊരു ഇത്തിരി നയിപ്പ് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രസമായിട്ട് അതിൻ്റെ ചുള പറിക്കാനും കുരു കളയാനും അരിയാനും ഒക്കെ രസമാണ്. പക്ഷേ ഇതിപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര മട്ടിപ്പാണ് കേട്ടോ, നല്ല മട്ടിപ്പുണ്ട്. അപ്പോൾ മൂപ്പരുണ്ടായതുകൊണ്ട്, മൂപ്പർക്ക് ഇന്ന് ലീവായതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഒറ്റയ്ക്കാവുമ്പോൾ വലിയ മടിയാണ് കേട്ടോ. ഇതുമേലൊക്കെ പണിയെടുക്കാൻ നല്ലതായിട്ട് ഭയങ്കര മടിയാണ്. ഇറച്ചി മീനും ഒക്കെ അങ്ങനെ നല്ല ഉഷാറായിട്ട് വെക്കാറുണ്ട്. ഈ ചക്ക കൊത്തലും നുറുക്കലും അരിയലും വെക്കാൻ വലിയ പണിയൊന്നുമില്ല. ഈ ഒരു പണിയെടുക്കലാണ് കേട്ടോ. ഈ ഒരു എന്താ ചുള പറിക്കൽ, കുരു കളയൽ, അരിയൽ, ഇതൊക്കെ ഭയങ്കര നയിപ്പില്ല പണിയാണ്. അപ്പോൾ തിന്നാനൊക്കെ നല്ല രസമാണ്. എല്ലാവരും ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നന്നാക്കാനിതാ എല്ലാവർക്കും ചക്ക വളഞ്ഞ് കയ്യുമ്മലാകാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ കുളിയും തേവാരും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ഒരു നടത്തം കഴിഞ്ഞിട്ടില്ല. ആ ഒരു വേഷത്തിൽ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ പാറിയോണ്ടാണ്. മക്കൾക്ക് സ്കൂളും ഇല്ല, മൂപ്പർക്ക് പണിയില്ല ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വൈകുന്നേരത്തെ ഞാനിഞ്ഞ് പുഴയ്ക്ക് പോയെങ്കിലായി. അപ്പോൾ ചക്കൻ്റെ പരിപാടി വേഗം നോക്കട്ടെ വെച്ചിട്ടാണ്. എല്ലാവരും ഇതാക്കണേ, എല്ലാവരും ഒരേപോലെയാണ് നിൽക്കണത്. പിന്നെ അടുക്കളയിൽ കയറിയാലും ഒരു തിരിച്ചറങ്ങലില്ല കേട്ടോ. ആ ബാക്കി പണികളൊക്കെ തീർത്തിട്ട് കഴിക്കാറ് പിന്നെ ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ ചക്കപ്പണി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. വേഗം അത് എടുക്കട്ടെ. പിന്നെ കുക്കറിൽ എന്താണെന്ന് ചോദിച്ചാൽ ബീഫ് ഉണ്ടായിരുന്നു, ഒരു ഇത്തിരി ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്കയും ബീഫും വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ അത് അറിയില്ലേന്നു, എങ്ങനെ വെക്കലെന്ന് അറിയില്ല, പക്ഷേ തിന്നിട്ടുമില്ല. അതാണ് പിന്നെ സത്യം. അപ്പോൾ ഞാൻ വേഗം ഫോണിൽ സെർച്ച് ചെയ്തിട്ടോ എങ്ങനെയാണ് ഇത് വെക്കുക എന്നുള്ളത്. അപ്പോൾ വെക്കലം കണ്ടുപിടിച്ചപ്പോൾ ഈസിയായി, സിമ്പിളായി. ഇതൊന്ന് കാണിച്ചു തരാം. ആദ്യം മഞ്ഞളും ഉപ്പും അതേപോലെ തന്നെ മുളകും പൊടിയൊക്കെ പാടിട്ടുണ്ട്. ബീഫ് ഒന്ന് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ, നല്ല ഉസാറായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ അതവിടെ വരുമ്പോഴത്തേന് നമുക്ക് ചട്ടിയിൽ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ നമുക്ക് കുറച്ച് വലിയ ചട്ടിയും തോന്നിക്കാനും മൺചട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അലുമിനിയത്തിൻ്റെ കുറച്ച് ചട്ടികളാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് ഞാൻ ഇതാക്കുന്ന മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിൽ ഇതാക്കുന്ന ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയുള്ളി, പച്ചമുളക് ഒക്കെ പാടിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താട്ടോ. ഇഞ്ചിയൊക്കെ പാടിട്ട് ഇങ്ങനെ ചതച്ചെടുത്താണ്. ചിക്കൻ കറി സാധാരണ നമ്മൾ ചിക്കൻ കറിയും ബീഫൊക്കെ വെക്കൂലേ, അപ്പോൾ അങ്ങനെ ഇതാക്കി എടുത്തതാട്ടോ. പിന്നെ ഒരു സവാള ഉണ്ടായിരുന്നു, ഒരു 1.5 സവാള, കുറച്ച് വലിയ ഒരു സവാള ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ല ഒരിത്തിരി ഉപ്പിടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബീഫിൽ ഉപ്പിട്ടതാണ്, ഉപ്പും മുളകും അതേപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഇതിൽ കുറച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ ബീഫ് ഇതാക്കുന്നത് നല്ലപോലെ കൂക്കലും ആർപ്പൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതവിടെ വേഗട്ടെ കേട്ടോ. കുറച്ച് വേവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നല്ല ഇറച്ചി കേട്ടോ. കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഇല്ല ഇറച്ചിയെന്ന്. അപ്പോൾ കുക്കർ ഇതാക്കണം, കൂക്കും അറപ്പൊക്കെ ആയിട്ട് അങ്ങനെ വേവിക്കുന്നുണ്ട്. അത് ഏതായാലും ഒന്ന് വേഗട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊന്ന് വയറ്റി സെറ്റപ്പാക്കി എടുക്കട്ടെ. ഇങ്ങനെയാണ് ആ വീഡിയോയിൽ കണ്ടത്,
കാരണം ഞാൻ ഇതാകണം അമ്മനോട് വിളിച്ച് ചോദിക്കാൻ ചോദിച്ചു നോക്കുമ്പം അമ്മക്കൊക്കെ തിരക്കാവും, അതുകൊണ്ട് അമ്മനോട് വിളിച്ച് ചോദിക്കാനായിട്ട് നിന്നിട്ടില്ല. അപ്പം ആദ്യം മണ്ടി ചെല്ലുക നമ്മളെങ്ങോട്ടാ ഫോണിലാണ് യൂട്യൂബിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ പല ആൾക്കാരും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എങ്ങനെയാലും കണ്ടാലും ഞാൻ എൻ്റെ രീതി കണ്ടുണ്ടാക്കുക. കുറച്ച് അല്ലെങ്കിൽ മസാല കൂട്ടിയാണ്ട് അല്ലെങ്കിൽ മസാല കുറച്ചിട്ടോ 2-3 സാധനങ്ങൾ മിക്കവാറും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അത് ഒരു സത്യമാണ്. എന്താ വെച്ചാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് എൻ്റെ റെസിപ്പികളൊക്കെ ഉള്ളത്. അതില്ലല്ലോ വിചാരിച്ച് ഞാനത് ഉണ്ടാക്കാതെ നിൽക്കലും ഇല്ല. അതായത് രമണ നമ്മളെന്താ പറഞ്ഞു തന്നത് ചോദിച്ചാൽ ഇതാകും നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചല്ലോ, നല്ല ഉഷാറായിട്ട് ഉള്ളിയൊക്കെ വഴറ്റി വെച്ച് പിന്നെ നമ്മൾ ബീഫ് മസാല ഇട്ടാണ് നല്ലപോലെ ഇതാക്കിയിട്ടോ. പിന്നെ അതിക്ക് മുളകും പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആണെങ്കിൽ ഇപ്പോൾ ചേർക്കട്ടോ, ഉള്ളി വഴറ്റി നേരത്തെ ചേർക്കാം. ആ ഒരു ചേർത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ബീഫിൽ കുറച്ച് തോനെ മുളകും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അത് മാത്രം മതി കേട്ടോ. എന്നിട്ട് ബീഫില്ല വെന്ത ബീഫ് അതിക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകുമല്ലോ, അത് ഒന്നായിട്ട് ഇതിലാണ് തട്ടി കൊടുക്കട്ടെ. ആ ഉള്ളിക്കാണ് തട്ടി കൊടുത്തിട്ട് എങ്ങനെയായാലും ഒരു ഇത്തിരി വെള്ളം വേണം കേട്ടോ, നമ്മൾ ചക്കയും കൂടിയും വേഗണമല്ല, അപ്പോൾ ഇത്തിരി വെള്ളം വേണം. അപ്പോൾ ചക്ക എനിക്ക് ചെറിയൊരു അമ്മിളി എന്താ പറ്റിയ ചോദിച്ചാൽ ചക്ക ഒന്നും കൂടി നൈസായിട്ടൊന്ന് അരിഞ്ഞാൽ നല്ല ചക്ക കുഴയണ പോലെ എന്ന് പറയുന്നില്ല, അമ്മ അതിലൊരു കുഴച്ചിൽ കിട്ടിയെന്ന് കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഒന്നും കുഴഞ്ഞ് മറിഞ്ഞിട്ടില്ല, ചിലവർക്ക് അങ്ങനെയൊക്കെ ഇഷ്ടം നല്ലപോലെ ഒന്നും കുഴഞ്ഞു മറിയാതെ. അപ്പം ഞങ്ങളെ ഇവിടുത്തെ കറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാതും ഞങ്ങൾക്ക് ഇങ്ങനെ കുഴഞ്ഞു മറിയണം കേട്ടോ. അവിയലാണെങ്കിൽ കുഴഞ്ഞു മറിയണം, ചക്ക ആണെങ്കിൽ കുഴഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തോണ്ട നമ്മൾ ഫുഫു ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ യൂട്യൂബിൽ, അതേപോലെ ആകണം ഞങ്ങൾക്ക് ചക്കയൊക്കെ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ആക്കണില്ല കേട്ടോ, ഒന്ന് കടിച്ച് തിന്നാൻ ഭാഗത്തിനാണ് അങ്ങനെ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചക്കകളൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, മക്കൾക്ക് കുറച്ച് ഉണ്ടാക്കണം കേട്ടോ. ചിക്കൻ കൊണ്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് 3 ആൾക്കായിട്ടാണ് ഈ ബീഫ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാക്കണം. അത് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത്തിരി വെള്ളം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. നമ്മൾ ചക്ക വേഗണമല്ലോ, ചക്കക്കുരു ഇട്ട് കൊടുക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ അത്രത്തോനെ നമ്മൾ വേവിക്കണില്ലല്ലോ, ചക്ക ഒന്ന് വാടിക്കഴിഞ്ഞാൽ തന്നെ വേഗം വേകുമല്ലോ. അപ്പോൾ ഇന്ന് ഇത്തിരി വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക, ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാം കേട്ടോ. മല്ലിപ്പൊടിയും മുളകും പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആ ബീഫ് മസാലയൊക്കെ പാടിട്ടിട്ട് നല്ല ഉഷാറായിട്ട് കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് കരിവേപ്പിൻ്റെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇട്ട് കൊടുത്തെങ്കിൽ അടിപൊളിയേന്ന്. അപ്പോൾ ഞാനൊന്ന് ഗ്യാസ് ചെറുതായിട്ടൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചക്ക ബിരിയാണി എന്നൊക്കെ പറയല്ലേ, ബീഫ് വെച്ചിട്ട് ചക്ക ബിരിയാണി എന്നൊക്കെ പറയാം. അപ്പോൾ അടിപൊളിയായിട്ടാണ് വന്നിട്ടുണ്ട്. ഇനി കഴിയുമ്പോൾ വറവിടും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വറവിടാം, ഞാൻ ഏതായാലും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പുറത്ത് ചിക്കൻ കൊണ്ട് ഇങ്ങനത്തെ പരിപാടി വേകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആക്കി കഴിഞ്ഞാൽ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെപ്പാട് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് കുഞ്ഞൊരു വീഡിയോസാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒരുക്കൊക്കെ ഒരുങ്ങണമല്ലോ, പെണ്ണുങ്ങളാകുമ്പോൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഒന്ന് മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ച്. മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല, ഇത്തിരി പൗഡറൊന്നും ഇടലില്ല കേട്ടോ. ഇപ്പം ഈ ഒരു വേനലും കൂടി ആയപ്പോൾ നല്ല പൗഡറൊന്നും ഇടലില്ല, പൗഡർ പൊതുവേ ഇടലില്ല കേട്ടോ. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് പൗഡർ ഇട്ടേ. പിന്നെ ഒരു പൊട്ടിട്ട് ചെറിയൊരു സിന്ദൂരം ഇട്ടു. ഇനിയിപ്പോൾ കണ്ണെഴുതണമെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ, കണ്ണെഴുതലുണ്ട്. അപ്പോൾ ഇപ്പം കണ്ണെഴുതാനും പറ്റൂല, എന്താ വെച്ചാൽ പിരിയത്തുമ്പോൾ നല്ല ചൊറിച്ചിലുണ്ട്, കൺപീലിയുമ്പോൾ നല്ല ചൊറിച്ചിലുണ്ട്. അത് താരൻ്റെ ഒരു ഇതുണ്ടായിട്ടാന്ന് തോന്നുന്നു, നല്ല ചൊറിച്ചിലുണ്ട്. അത് ഡോക്ടർ ഒന്ന് കാട്ടണം. അതുകൊണ്ട് കൺമഷി എഴുതിയത് നിർത്തിയതായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴും നല്ല ചൊറിച്ചിലുണ്ടായതുകൊണ്ട് ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല, വീഡിയോ എടുക്കുമ്പോൾ വേണമല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ടെന്ന് തോന്നിക്കണ്ടേ. ഇതിൻ്റെ ഇടയിൽ കുട്ടാപ്പി വന്നിട്ട് നിങ്ങളെന്താ ചെയ്യണേ ചോദിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ എഴുതി തരാം എനിക്ക് കണ്ണെന്ന് പറഞ്ഞത്. ഓന് കണ്ണെഴുതി കൊടുക്കാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ ഈ ഒരു കൺമഷി നല്ല എരിച്ചിലുണ്ട്, കുറേ മുന്നേ വാങ്ങിയതാണ്, അതുകൊണ്ട് നല്ല എരിച്ചിലുണ്ടായിരുന്നു. ആ കണ്ണ് തുറക്കാൻ കഴിയില്ല. അതിൽ പിന്നെ ഓനും തന്നെ എൻ്റെ കണ്ണെരിച്ചിൽ കണ്ടിട്ട് ഓന് ഓടിപ്പോയിട്ടോ. ഇനി എങ്ങനെ എഴുതി തന്നാലോ പേടിച്ചിട്ടേ കാരം. അതിനിടയിൽ ഇതാക്കണം നല്ല ഉഷാറായിട്ട് മാനത്ത് കൂടെ ഓന് ഹെലികോപ്റ്റർ പോകുന്നുണ്ട് പറഞ്ഞ് ഓടിപ്പോയതേന്ന്. ഇങ്ങോട്ട് വന്ന് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യന് കണ്ണ് തുറക്കാൻ കഴിയണ്ടേ, അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ല. അല്ലെങ്കിൽ പൊതുവേ ഈ വിമാനമൊക്കെ പോകണുണ്ടാവില്ല, നമ്മളൊക്കെ എല്ലാവരും സാധാരണക്കാർ നമ്മളെല്ലാവരും പുറത്തിറങ്ങിയെന്ന് നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ പരിപാടിയാണ് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൈച്ചു കിട്ടും. പൈച്ചാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല, വേഗം എടുത്ത് തിന്നണം. അപ്പോൾ നമ്മളെ ചക്ക അവിയൽ ചക്കയും ബീഫും വെച്ചതും അതേപോലെ തന്നെ കഞ്ഞിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ കഞ്ഞി ഇത്തിരി മാറ്റം വരുത്തിയാണ്ട് നമ്മൾ ചോറന്നെ ആക്കിയിട്ടുണ്ട്, ഒന്ന് ഊറ്റി വെച്ച് ചോറാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ്ട് കഞ്ഞി തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ, ബീഫുണ്ട് ചക്കയുണ്ട്, പിന്നെ ഇപ്പോഴത്തെ ഇതൊക്കെ ഏറെ അങ്ങനെ പള്ളയിൽ നിറച്ച് എമ്പക്കം വിട്ട് പുറത്തിറങ്ങി വന്ന് നോക്കിയപ്പം നല്ലൊരു ചെറിയൊരു കാറ്റാടി ഉണ്ട്, നല്ല തണുത്ത കാറ്റാടി ഉണ്ട്, മഴ വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്.
അപ്പം അങ്ങനെ ഇനിയിപ്പം പള്ളൊക്കെ നിറച്ച് ഗുണ്ട പള്ളാക്കിക്കണം. ഇനിയിപ്പം മെല്ലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചാഞ്ഞാലല്ലേ ഒരു സമാധാനമായിരുന്നു. അപ്പം ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇപ്പോൾ ചായട്ടെ. മൂപ്പര് ഒരു മുഖം മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ചിരിക്കാത്ത മുഖം. ഇങ്ങനെയൊക്കെ ഓരോ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഡാൻസ് കളിക്കാനൊക്കെ നല്ല മമ്മൂട്ടി ഡാൻസ് കളിക്കുന്നതായിരിക്കാണ് മൂപ്പര് ഡാൻസ് കളിക്കുന്നത്. അതേപോലെ വലിയ വഴക്കൊന്നും വരില്ല, എന്നാലും കളിക്കാനൊരു പൂതി കൊണ്ട് മൂപ്പര് കളിക്കലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടാ ചോദിച്ചാൽ, ഈ ഒരു വീഡിയോസ് അറിയണത് 2 ദിവസം മുന്നേ എടുത്ത ഒരു വീഡിയോസാണ് കേട്ടോ. പേപ്പറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു നമ്മൾ ലാഭമേള, ചന്തക്കുന്നുമ്മ ലാഭമേള നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും എവിടെ ചെന്ന് പോയി വരാമെന്നുള്ള ചിന്തയിലും പോയതാണ്. വൈകുന്നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. നോമ്പും കാലം ആയതുകൊണ്ടും തന്നെ വെള്ളം കുടിക്കലിൻ്റെ സാധ്യത ഞാൻ ഒട്ടും കാണുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഭയങ്കര ദാഹിക്കാരട്ടെ. ഇനി ദാഹിച്ചിട്ടില്ലെങ്കിലും ദാഹം ഉണ്ടെന്ന് പറയും. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുന്നതല്ലേ, അപ്പോൾ എങ്ങനെയും കുടിച്ച് പോണതാണ്. അപ്പം ഇനി ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ കൂൾ ബാറും കാര്യങ്ങളൊക്കെ അടച്ചതല്ലേ. അപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ, തിരക്കോട് തിരക്കാണ്. എമ്പുരാൻ അവിടെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള റോഡിൽ ബ്ലോക്കായിട്ട് നമ്മളെ ജാംജൂമിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഫെയർലാൻഡിൻ്റെ അടുത്താണ് നമ്മളെ ലാഭമേളല്ലത്. ലാഭമേളയ്ക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു ബ്ലോക്ക് തീരണം കേട്ടോ. നല്ല ഉസാറും ബ്ലോക്ക് തന്നെയായിരുന്നു, അടിപൊളി ബ്ലോക്കേന്ന്. അപ്പം ഇനിയിപ്പോൾ എമ്പുരാൻ കഴിഞ്ഞ് ഇറങ്ങണവരും അങ്ങോട്ട് കയറിപ്പോണവരും തിരക്കോട് തിരക്കാട്ടോ. ഇപ്പോൾ പേപ്പർ നോക്കിയാലും അതേപോലെ തന്നെ ന്യൂസ് നോക്കിയാലും എമ്പുരാൻ. അപ്പം നല്ല ഉഷാറും പടമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പം ഉണ്ടാവുകയാവും, കാരണം നമ്മളൊക്കെ സിനിമകൾക്ക് കയറിയിട്ട് ഒരു 10-18 കൊല്ലം കൈ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സിനിമകൾക്ക് പോയിട്ട്. ഇതുവരെ പിന്നെ സിനിമ കാണാൻ പോയിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ കണ്ട പടം ഏതാണെന്ന് ചോദിച്ചാൽ മായാവി കേട്ടോ. നമ്മളെ മമ്മൂട്ടീൻ്റെ മായാവി കണ്ട് നിർത്തിയതാണ്, പിന്നെ സിനിമകൾക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ജനിച്ചിട്ട് 16 വയസ്സ് വരെ ഞാൻ സിനിമകളിൽ തന്നെയായിരുന്നു. എൻ്റെ വീട് സിനിമകളുടെ തൊട്ടടുത്താണ് കേട്ടോ. ഇങ്ങനെ നോക്കിയാൽ കാണുന്നത് സിനിമകളായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ പൊളിച്ച് നല്ല വലിയ ഒരു 3-4 നിലയുള്ള ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ മുതലാളി. അപ്പോൾ രജനി തിയേറ്റർ ഉണ്ട്, അകമ്പാടത്തെ രജനി തിയേറ്റർ. ചിലവർക്കൊക്കെ അറിയുണ്ടാവും കേട്ടോ, നമ്മൾ തൊട്ടടുത്തുള്ളവർക്കാണെങ്കിൽ പേര് കേട്ടാൽ അറിയുണ്ടാവും. അവർ കുഞ്ഞു സിനിമകളായിരുന്നു, അതുവരെ നമ്മൾ കണ്ട്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ കണ്ണന് 2 വയസ്സാകുന്ന വരെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു മായാവി വരെ കണ്ടിട്ടുണ്ട്, പിന്നെ നിർത്തിയതാണ്. പിന്നെ ഇതുവരെ പോയിട്ടില്ല. മക്കളും തന്നെ ഇപ്പോൾ നമ്മൾ മഞ്ഞമ്മൽ ബോയ്സ് കാണാനായിട്ടാണ് മക്കളും സിനിമകളിൽ കയറിയത്. അപ്പോൾ സിനിമകളുടെ വർത്താനം പറയാനായിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. ഇപ്പോൾ ലാഭമേളയുടെ വർത്താനം പറയാനായിട്ടാണ്. ലാഭമേള എന്ന് പറഞ്ഞാൽ അതാകണം ഇതൊക്കെ തന്നെയാണ് വില കേട്ടോ. വലിയ ലാഭമൊന്നുമില്ല, എന്നാലും അങ്ങനെ വാങ്ങിപ്പോകാം. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് എന്താ വെച്ചാൽ അങ്ങാടി പൈക്കളായിരിക്കണമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒന്നും എടുക്കുകയൊന്നുമില്ല. പക്ഷെ അങ്ങനെയുണ്ട് തേരടി നടക്കണം കേട്ടോ, അടിപൊളിയായിട്ട് ഇങ്ങനെ. അതുകൊണ്ട് കണ്ടാലൊരു സമാധാനം, ഇതൊക്കെ പാടെ കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായി. കാരണം ഒരു സാധനം ഞാൻ വാങ്ങലൊന്നുമില്ല. ഇവിടെ ഒരു വിധം സാധനങ്ങളുണ്ട്, അടിപൊളിയായിട്ട് ഒരു വിധം സാധനങ്ങളുണ്ട്. എന്തോരം സാധനങ്ങളുണ്ട് കേട്ടോ, പല സാധനങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുക എന്നല്ല, വല്ലാതെ ഒന്നും ഞാനും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇതിനൊക്കെ പൈസ കൊടുക്കണം. 10 റുപ്യാന്ന് 9 റുപ്യ 5 റുപ്യ 2 റുപ്യ എന്നൊക്കെയാണ് ബോർഡും എഴുതിയിരിക്കണത്. പക്ഷെ ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ അതൊന്നും അല്ല കേട്ടോ വില. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതായാലും വന്നാലേ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ആർക്കെങ്കിലുമൊക്കെ ലാഭക്കണികളായിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ നോലുമ്പാണെങ്കിലും വലിയ തിരക്കിനെ കമ്മിയൊന്നുമില്ല കേട്ടോ, നല്ല ഉഷാറായിട്ടും വൈകുന്നേരത്ത് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഒരുവിധ സാധനങ്ങളുണ്ട്, എല്ലാ സാധനം പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും സ്റ്റീൽ പ്ലേറ്റ്, അതേപോലെ നമ്മൾ ഒരു അടുക്കളയ്ക്ക് എന്തൊക്കെ വേണം അതല്ല കാര്യമായിട്ട് നോക്കുക. പിന്നെ തുണിമണികളൊക്കെ ഉണ്ട്, അതൊക്കെ വല്ലാതെ പോയിട്ടില്ല. ഒരു പാൻറ്റ് വാങ്ങിയിട്ട് ഒരു 300 റുപ്യാണ് ഒരു പാൻറ്റിന്, അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു രസം കേട്ടോ, പക്ഷേ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. ഈ ഒരു സംഭവം ചിലപ്പം വാങ്ങിയാൽ പൊട്ടും കേട്ടോ, മിക്കവാറും അതും എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടും. ഒരു അച്ചാറിൻ്റെ കുപ്പി അങ്ങനെ വാങ്ങണം പൂതിൻ്റെന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ എന്തൊക്കെയോ സാധനങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെയോ സാധനം മീഷോയിൽ ചെന്ന് നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകൂലേ, അതേമാതിരി കണ്ടതിൻ്റെന്ന് എനിക്ക് അതാണ് തോന്നിയത്. നമ്മൾ മീഷോയിൽ ഒരു സാധനം എടുത്താൽ പിന്നെ വേറെ അപ്പുറത്തെ കുറച്ച് വേറെ സാധനം വാങ്ങും. അപ്പോൾ അതിനെ തോണ്ടി നോക്കും, അങ്ങനെ സമയം പോണത് അറിയില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞ പോലെയാണ്, ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിട്ട് സമയം പോയത് അറിഞ്ഞത് തന്നെയല്ലേ. എന്തൊക്കെയോ കുറേ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പണിക്കാരും ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ചവിട്ടിയൊക്കെ നോക്കി, ചവിട്ടിക്ക് വലിയ വില കുറവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോന്നു. എന്നാലും തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ അവിടെ ഉള്ളിൽ കയറിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ, മോശമല്ലേ ഇത്. അപ്പോൾ വേറെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ടോ, അപ്പോൾ ഒരു കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഉള്ളിലൊന്ന് കമൻറ്റ് ഇടും. നിങ്ങളെ ചാനലിൻ്റെ പേര് ഞാൻ മറന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കമൻറ്റ് ഇട്ടാൽ ഞാൻ വരാം കേട്ടോ. അപ്പോൾ ലാഭമേളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, പട്ടി ചന്തക്ക് പോയ പോലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര സാധനമാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയാണ് വാങ്ങി വെച്ചാൽ എനിക്കൊരു പിടിയാടൊന്നുമില്ല, ഏതായാലും അത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചന്തക്കുന്നുമ്പത്തെ ലാഭമേളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. എല്ലാവരും ഇതാക്കണം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോണത്. നമ്മളാവും ചിലപ്പം കീസ് കുറച്ച് കുറവില്ല ആൾക്കാരെ ഞങ്ങളാവും.
200 രൂപ മുതൽ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ നമുക്ക് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ മൂപ്പരാട്ടോ, എനിക്ക് പൊതുവേ മടിയാണ് അങ്ങനെയൊക്കെ പറയാനായിട്ട്. ഇതിൻ്റെ ചാനൽ കാണുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നൊക്കെ പറയാനായിട്ട് നല്ല മടിയില്ല ആളാട്ടോ. മൂപ്പരതൊക്കെ പറഞ്ഞു. അപ്പം സെക്യൂരിറ്റീനെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അടിപൊളിയായിട്ട് മൂപ്പര് നല്ല അടിപൊളിയായിട്ട് അയാൾ നിയന്ത്രിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാക്കണം. തിരിച്ചു പോന്നപ്പം വൈകുന്നേരമായി, ബാങ്ക് കൊടുക്കാൻ നേരം അയക്കണം കേട്ടോ. ഈ തിരക്ക് നമ്മൾ അങ്ങോട്ട് മഞ്ചേരിക്ക് പോകണം, അവിടേക്ക് തിരക്കില്ല. ഇങ്ങോട്ട് നിലമ്പൂർ ഭാഗം വൈക്കട് ഭാഗമൊക്കെ നല്ല തിരക്കില്ലതാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. നമ്മൾ ചന്തക്കുന്നും വന്ന് ബ്ലോക്ക് തുടങ്ങിയിട്ട് നിലമ്പൂരിൻ്റെ സ്റ്റാൻഡിൻ്റെ അവിടെ എത്തുന്ന വരെ ബ്ലോക്ക് തന്നെയാണ് കേട്ടോ. നിരനിരയായി വണ്ടി നിർത്തിയതായിരുന്നു. പല വിധം വണ്ടികളാണല്ലോ, ഇഷ്ടംപോലെ വണ്ടികളാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടിങ്ങനെ പോകുന്നു. രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ട്, ബ്ലോക്കൊക്കെ മറികടന്ന് വന്നപ്പോക്കിന്.